ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പാൽപ്പാട ഉപയോഗിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ച എടുത്ത് വെച്ച പാൽപ്പാടയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്ത് വെച്ച പാൽപ്പാട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് ആയാലും കുഴപ്പമില്ല, ഇട്ടിട്ട് നല്ല പോലെ അത് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോഴാണ് അതിൽ നെയ്യ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് എൻ്റെ മകൾക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ദോശയിലും പിന്നെ കഞ്ഞിയിലൊക്കെ നമുക്ക് ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും തടി വെക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിൽ നല്ല പോലെ അരച്ച പാടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൽ നെയ്യ് ഇങ്ങനെ ഊറി നിന്നിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യ് നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിൽ ഒരു അടികട്ടിയുള്ള പാത്രം ചൂടാക്കി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അത് കുറുകും. ആ കുറുകുന്നതിനനുസരിച്ച് അതിൻ്റെ കളറും മാറും. ലൈറ്റ് യെല്ലോ ആവും ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനനുസരിച്ച് അത് കുറുകി വരികയും ചെയ്യും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് നല്ലപോലെ ഇളക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പം നോക്കിയപ്പോൾ ഒരു യെല്ലോ കളറായിട്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഇളക്കും തോറും അത് വറ്റി വരുമ്പോഴൊക്കെ അതിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് നമുക്ക് ആ നെയ്യിൻ്റെ ഒരു കളറില്ലേ, അതും അതിനൊരു നല്ലൊരു സ്മെല്ലും കൂടെ വരും. ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും. നിങ്ങൾക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യും. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതിലും നമ്മൾ എത്രയോ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. പാല് മാത്രം, വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. എന്നാൽ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടി അതൊരു പ്രചോദനമായിരിക്കും. താങ്ക് യു.